ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ലൂക്ക 1:28. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവത്തിന്റെ ദൂതൻ മറിയത്തിന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാ, ഗബ്രിയേൽ മാലാഖ. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അങ്ങനെ ആ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്, ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളെ. അത് ദൈവത്തിന്റെ സാക്ഷ്യപത്രമല്ലേ? നീ ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളാ. കർത്താവ് എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. ഒരു സാധാരണക്കാരിയായ സ്ത്രീയെ എത്രമാത്രം ദൈവം ഉയർത്തുകയാണ്. അതായിരുന്നു മറിയത്തിന്റെ ജീവിതം. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, 8 നോമ്പിന്റെ 2-ാം ദിനത്തിൽ അമ്മയ്ക്ക് ലഭിക്കുന്ന ഈ സാക്ഷ്യപത്രം സ്വർഗത്തിന്റെ സാക്ഷ്യപത്രം. ദൈവകൃപ നിറഞ്ഞവളാണ് നീ. കർത്താവ് എപ്പോഴും നിന്നോടുകൂടെയാണ് ഉള്ളത്. അത് അമ്മയ്ക്ക് ലഭിച്ചെങ്കിൽ ആ ജീവിതത്തിൽ നിന്നും എന്താണ് നാം മാതൃകയാക്കേണ്ടത്, നാം പഠിക്കേണ്ടത്, നാം ഉൾക്കൊള്ളേണ്ടത്? ഈ 8 നോമ്പ് ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്കെത്താൻ കാരണമായി മാറട്ടെ. അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും നമ്മളോട് എല്ലാവരോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.